ശബരിമലയിലെ നിയമവിരുദ്ധമായോ ആചാരവിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എ പത്മകുമാർ. ഒറ്റതിരിഞ്ഞാണ് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും എ പത്മകുമാർ പറഞ്ഞു. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിൻ്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. എന്നെ ഒറ്റതിരിച്ചാക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ചാക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സിജോ വിജോൺ, പത്തനംതിട്ടയിൽ നിന്ന് എസ് നന്ദുഷ, തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെയിൻ ലാബ്ദിൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം സിജോയിലേക്കാണ്. സിജോ, ഇന്നലെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ദ്രുതഗതിയിൽ തന്നെ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് SIT. ഏറ്റവും പ്രധാനമായി നമുക്കിന്നിപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ അവിടെ പരിശോധന നടക്കുന്നു എന്നാണല്ലോ. പരിശോധനകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കേസിൽ മറ്റ് തുടർ നടപടികളിലേക്കും പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി ഇതിൽ പ്രതിയാകുന്നു. പത്മകുമാർ, അന്നത്തെ 2019 ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെ ഈ പ്രതിപ്പട്ടിയിലേക്ക് വരിക എന്നുള്ളതാണ്. 8ാം പ്രതി എന്ന നിലയിലാണ് ഈ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സിനെ ചേർത്തിരിക്കുന്നത്. ഈ FIRൽ പേരെടുത്ത് പറയുന്നില്ല, ബോർഡ് മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ ബോർഡിലെ എല്ലാ മെമ്പേഴ്സും പ്രതിപ്പട്ടികയിലേക്ക് വരുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറും ഇതിൽ പ്രതിയായി മാറുകയും ചെയ്യും. പത്മകുമാറും അതോടൊപ്പം തന്നെ K രാഘവൻ, ശങ്കർദാസ് എന്നിവരുൾപ്പെടെ സുപ്രധാനമായ ആളുകൾ ഈ പട്ടികയിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം പറയുന്നത്, പ്രത്യേക അന്വേഷണ സംഘം FIRൽ പറയുന്നത് ഈ സ്വർണം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ബോർഡ് അംഗങ്ങൾ, ഇവരുടെ അറിവോട് കൂടിയാണ് ഈ പാളികൾ അഴിച്ചു കൊണ്ടുപോയത്. അത് തടയുന്നുള്ള നടപടികൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിലൂടെ ഈ നിലവിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു. അതിലൂടെ ബോർഡിന് ഭീമമായ നഷ്ടമുണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് FIRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഇപ്പോൾ FIR ആണ് ഇട്ടിരിക്കുന്നത്. ഇനി തുടർ അന്വേഷണം മറ്റ് നടപടികളിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നുണ്ട്. ഈ ചാർജ് ഷീറ്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ്, മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൽ ഇനി ആരൊക്കെ സംബന്ധിച്ചാണ് മറ്റ് പങ്കുകൾ വന്നിട്ടുള്ളത്, ആരൊക്കെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 2 FIRകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ആദ്യം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കൊണ്ടുപോയി ഉരുക്കി അത് തട്ടിയെടുത്തതായിരുന്നു. രണ്ടാമതാണ് ഇന്നലെ ഒരു പരാതി കൂടി ദേവസ്വം ബോർഡ് കമ്മീഷണർ സുനിൽ B കൊടുക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഈ വാതിൽപ്പാളികളിലെ സ്വർണവും അത് തട്ടിയെടുത്തു, അത് ഉരുക്കി കൊണ്ടുപോയി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അത് പ്രത്യേകം അന്വേഷിക്കണമെന്ന പരാതിയാണ് നൽകിയിരുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ ഇവരെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ 2ാമത്തെ FIRലും 1ാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. 2ാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇപ്പോഴും പുറത്ത് വരാത്ത കൽപേഷ് എന്ന് പറയുന്നയാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് കൽപേഷ് എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ സ്വർണം കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൽപേഷിനെ 2ാം പ്രതിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള വാസുവും പ്രതിപ്പട്ടികയിലോട്ട് വരികയാണ്. ഈ 2019 ഈ സ്വർണ്ണ കൈമാറ്റം നടക്കുമ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്നത് വാസുവാണ്. അതുകൊണ്ട് വാസുവും കൂടി പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. എന്തായാലും ഉദ്യോഗസ്ഥർക്കൊപ്പം ഇപ്പോൾ ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിരോധത്തിലാകുന്നു, അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിലേക്ക് വരുന്നു. സ്വാഭാവികമായും ബോർഡ് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കം. 2ാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ക്രിയേഷനിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. സ്മാർട്ട് ക്രിയേഷനിലാണ് ഈ പാളികൾ കൊണ്ടുപോയി വേർതിരിച്ച് സ്വർണ്ണമാക്കി മാറ്റുകയും ചെയ്തിരുന്നത്. സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ വിരുദ്ധമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്, വ്യത്യസ്തമായ വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇവിടെ സ്വർണം ആദ്യം കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യമാണ് സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം പറഞ്ഞിരുന്നത്. ചെമ്പാണ് എത്തിച്ചതെന്നാണ് പറഞ്ഞത്. ആ ചെമ്പിലാണ് സ്വർണം പൂശിയെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് അവിടെ സ്വർണ്ണപ്പാളികൾ എത്തിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. അപ്പോൾ അത് എത്തിച്ച വിവരങ്ങൾ അത് ആർക്കൊക്കെ കൈമാറി തുടങ്ങിയ വിവരങ്ങൾ ഇവരിന്ന് അറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാളികൾ കൊണ്ടുപോയിട്ടുള്ള തൂക്കത്തിലെ വ്യത്യാസമാണ്. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പാളികൾ കൊണ്ടുപോയതിൽ. ഈ ശ്രീകോവിലിലെ കട്ടളപ്പാളികൾ കൊണ്ടുപോയതിൽ അന്ന് UB ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് അതിൽ 1.5 കിലോയോളം 1500
64 ഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഉരുക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത് 577 ഗ്രാം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോയോളം അടുത്ത തൂക്കത്തിൽ വ്യത്യാസമുണ്ടായി.